ദൈവമുണ്ട് എന്ന് വ്യക്തവും ശക്തമായ ആത്മബോധം, ആത്മീയ ബോധം ഉള്ളവരാണ്. എന്നാൽ ദൈവം എന്ന് പറയുമ്പോൾ നമ്മളുടെ ചെറിയ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വലിയ വ്യവഹാര സഭയായതിനാൽ പലർക്കും പല കാഴ്ചപ്പാടാണ് ഉണ്ടാകുന്നത്. എന്നാൽ ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ദൈവം നമുക്ക് ദൈവത്തിനെ കുറിച്ച് പൂർണ്ണമായ ബോധ്യം തരുന്നുണ്ടെങ്കിലും പൂർണ്ണമായ ഉൾക്കാഴ്ച അല്ലെങ്കിൽ പല ദർശനവും നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് പല പല അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ട്. എന്നാൽ ആകാശം മാറിയാലും ഭൂതലം മാറിയാലും മാറാത്ത സ്വർഗത്തെ സ്ഥിരമാക്കി വെച്ചിരിക്കുന്ന വചനം ദൈവത്തെക്കുറിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നുവോ അതാണ് ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള ഏക കാര്യം. ഇതിലപ്പുറമൊന്നുമില്ല. ദൈവം പണ്ട് തന്റെ പ്രവാചകന്മാർ മുഖാന്തരം, ദാസന്മാർ മുഖാന്തരം ഭാഗമായിട്ട് അറിയിച്ചത് അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം ഭൂമിയിലേക്ക് മനുഷ്യരുടെ അറിവിലേക്കായി. ഇത് കുറച്ച് ബുദ്ധിമാന്മാർക്കോ പണ്ഡിതന്മാർക്കോ തിയോളജിയന്മാർക്കോ ഫിലോസഫേഴ്സിനോ ചിന്തകന്മാർക്കോ മാത്രമായി വേർതിരിച്ചതല്ല. മനുഷ്യനായി പറഞ്ഞ 380 ഗ്രാം തലച്ചോറുള്ള ഏത് മനുഷ്യനും വേണ്ടി അത് വായിച്ചിരിക്കുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള ഇത് ആരും തന്നെ നമുക്ക് കണ്ടുപിടിച്ചതല്ല. ആരും ദൈവത്തെ കണ്ടുപിടിച്ചിട്ടില്ല. ആരും കണ്ടിട്ടില്ല. ദൈവം ആത്മാവാകുന്നു. അതുകൊണ്ട് ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇതിനോട് അടിസ്ഥാനപ്പെട്ടിൽ നിന്ന് നമ്മളുടെ ഉള്ളിലുള്ള ദൈവ ബോധം എന്താണ് എന്നും ഇതിൽ പ്രസന്റ് ചെയ്യുന്ന ദൈവം നമുക്ക് ആരാണെന്ന് ചുമ്മാ വെറുതെ ചിന്തിച്ചു നോക്കാം. നമ്മളെല്ലാവരും ഒത്തിരി ചിന്തിച്ചു കൂട്ടുന്നവരാണ്. Lord and all rubbish we are thinking and it's just passing through our brain. Not many things are going through our brain. എന്നാൽ തന്റെ വചനത്തെ രാത്രി ചിന്തിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എനിക്കിത് 11 വർഷം മുമ്പ് അറിയാൻ തുടങ്ങിയ സമയം മുതൽ രാത്രിയും പകലും ഓൾമോസ്റ്റ് 80% ടൈം ഇത് തന്നെയാണ് ചിന്ത. സ്തോത്രം. ഇതിനെ പല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. കാര്യസാധ്യതകൾ വേണ്ടി അപ്രോച്ച് ചെയ്യുന്നവരുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ ഇതിലേക്ക് കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും കലോണ്ടിക്കിന്റെ വൈകുകയും ഇത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയും ചെയ്യുന്നവരുണ്ട്. ഇച്ചിരൂടെയാണെങ്കിൽ അവർ 91 സങ്കീർത്തനം എടുത്ത് ഒന്ന് വായിക്കും. ഇത് വേറെ ചില കാര്യങ്ങൾ കർത്താവേ നീ എന്റെ കർത്താവാണെന്ന് സ്വർഗത്തിലുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സ്വപ്നിക്കുന്നതാണ്. ദൈവം ഇത് ഏതൊരു കാര്യത്തിലും അത് പരിഹാരം കൊടുക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനും നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥിപ്പിൽ നിങ്ങൾക്ക് ലഭിക്കും. എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. കിട്ടിയ കാര്യമോ ഇപ്പോൾ നിങ്ങളുള്ള കാര്യമോ കിട്ടാൻ പോകുന്ന കാര്യമോ അല്ല ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. ഈ വേദപുസ്തകത്തിന്റെ ആത്യന്തികമായ പര്യവസാനം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിങ്ഡം, ദൈവ രാജ്യം. പിതാവേ നിന്റെ നിരഹിതം സ്വർഗത്തിലെ ഭൂമിയിലും നിറയണമേ, വന്ന് ഭവിക്കണമേ എന്ന് പറയുന്ന ദ നെക്സ്റ്റ് മില്ലേനിയം ദൈവരാജ്യത്തിന്റെ സംസ്ഥാപനം വരെ ഭൂമിയിൽ മനുഷ്യരുടെ അറിവിലേക്കായി വെച്ചിരിക്കുന്ന ഈ പുസ്തകത്തിൽ നമുക്ക് എന്ത് അറിയണമെന്ന് ചിന്തിച്ചു നോക്കാം. ലൂക്കോസ് പുസ്തകത്തിലേക്ക് നമുക്ക് ചിന്തിച്ചു നോക്കാം. 11-ാം അധ്യായം. Luke, Gospel according to Luke, chapter 11. The lunch verse is 2, 3, 4. Okay, just from the beginning. Yes. Yes.
ആമേൻ. ഞങ്ങളുടെ ആവശ്യമുള്ള ആഹാരം തരയണം. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. കടമെടുത്തിരിക്കുന്ന ഏവരോടും ഞങ്ങളെ ക്ഷമിക്കും. ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുത്. ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ആമേൻ. സോ ഞാൻ ഏതാണ്ട് ഓർമ്മ വെച്ച നാള് മുതൽ ഉരുവിട്ട് പ്രാർത്ഥിക്കുവാൻ എന്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ചത് ഞാൻ 1ാം ക്ലാസ്സിൽ ചേർന്നത് മുതൽ ഏകദേശം ഗ്രാജുവേഷൻ കഴിയുന്ന സമയം വരെയും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ എന്റെ പിതാവ്, ഗ്രൂപ്പായി ചെല്ലുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, നിന്റെ നാമം മഹത്വപ്പെടണം, നിന്റെ രാജ്യം വരയണം. 3 കാര്യങ്ങൾ അവിടെ പറയുന്നു. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകണം, നിന്റെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വരയണം. അടുത്ത് വരുന്നു, അന്നന്ന് വേണ്ടുന്ന ആഹാരം അന്നന്ന് ഞങ്ങൾക്ക് തരയണം. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഇടക്കാരോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പ്രവേശിപ്പിക്കരുത്. എല്ലാ സാധാരണ പരീക്ഷകളിൽ നിന്നും ദുഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ആമേൻ. ഇത് ചൊല്ലി പരിചയമുള്ളവർ അനേകരെ ഇവിടെ ഉണ്ടായിരിക്കാം. ഇതിരിക്കുന്നവർക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കാം, ചിലർക്ക് പരിചയമില്ലായിരിക്കാം. Our Father in heaven, see thy name be glorified and thy kingdom come. Like that it goes. ഇതുപോലെ തന്നെ ഇതിനോട് അനുബന്ധിച്ച് വിശ്വാസ പ്രമാണം ചെയ്തതിനോട് സർവശക്തനായ പിതാവിലും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവായ ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് ന്യായവിസ്താരം കഴിച്ച് അവൻ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി അവൻ എഴുന്നേറ്റ് സ്വർഗത്തിൽ ചെന്ന് പിതാവാം ദൈവത്തിന്റെ മഹിമയുടെ വലത്ത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർവ്വപുണ്യവാന്മാരുടെ ഐക്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവത്രിക സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ചെല്ലി പരിചയമുള്ളവരുണ്ടായിരുന്നല്ലോ. അത് വേദോസ്തവത്തിലെ പ്രാർത്ഥന ഉണ്ടായെങ്കിലും അത് നിഖ്യാസുള്ള ദിവസത്തിൽ നടന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ആ കാര്യം. എന്നാൽ ഇവിടെ വരുന്നത് സ്വർഗസ്ഥനായ എന്റെ പിതാവിൽ. ആ പ്രാർത്ഥന എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞ് ഞാൻ 5-6 മണിക്കൂറൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഏകദേശം 31 വർഷം അർത്ഥമറിയാതെ പൊരുളറിയാതെ ഉരുവിട്ടുകൊണ്ടിരുന്ന അതിന്റെ പൊരുളിലേക്ക് ഒരു നിമിഷമൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ദൈവമെന്ന അവബോധം സകല സൃഷ്ടിജാലങ്ങൾക്കും ഈ ഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. ദൈവമെന്നുള്ള ബോധം. ഒരു കോഴിക്കുഞ്ഞിനെ എടുത്താൽ വെള്ളം കുടിച്ചിട്ട് ഒരു ചുണ്ട് വെള്ളം കൊത്തിയിട്ട് അത് മുകളിലേക്ക് നോക്കും, ആമേൻ എന്ന് പറയും. പുല്ല് നിന്ന് വയർ കഴിയുമ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ എന്ന് വീട്ടിൽ വളർത്തുന്ന പശു അമറും. അട്ടിക്ക് പാല് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യജമാനന്റെ നേരെ വാലാട്ടുകയും സന്തോഷപൂർവ്വമായി അത് മുളയും ചെയ്യും. സ്തോത്രം. ഇതേ അവബോധം സകല മനുഷ്യന്റെ ഉള്ളിൽ കൊണ്ടുവരിക്കുന്നു. ദൈവം എന്നുള്ള അവബോധം, an awareness of God is there in your heart. സ്തോത്രം. സർവ്വതും അതാതിന്റെ സമയത്ത് സൃഷ്ടിച്ച ദൈവം അവന്റെ ഉള്ളിൽ നിത്യതയും ആക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. There is an element of finish. There is an element of God. There is an element of eternity in each and every human being that gives the creativity in human beings. യാതൊരു ജന്തുജാലങ്ങൾക്കുമില്ലാത്ത, യാതൊരു സൃഷ്ടികൾക്കുമില്ലാത്ത, യാതൊരു ജന്തുക്കൾക്കുമില്ലാത്ത പ്രത്യേക ക്രിയേറ്റിവിറ്റി മനുഷ്യന് കൊടുത്തിരിക്കുന്നു. സ്തോത്രം. സ്തോത്രം. ഇല്ലേ? ഒരു പഴയതിന് ഒരിക്കലും ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒരു സ്ക്രൂ കഴിക്കുവാൻ ഒക്കില്ല. അവനൊരു വാഹനം ഓടിക്കാൻ ഒക്കില്ല. അവന്റെ സൃഷ്ടിയിൽ തന്നെ ഒരു പഴയതിനൊരിക്കലും വെരുവല്ല എന്ന് മനുഷ്യന്റെ സംസ്കാരത്തിന്റെ പിന്നിലെ ഏറ്റവും വലിയ ശക്തി ഇതാണ്. സ്തോത്രം. എന്നാൽ വെരുവറ്റ് കൊടുത്ത മനുഷ്യന് ദൈവം ഒരു ബ്രെയിൻ കൊടുത്തു. ദൈവത്തിന്റെ ആത്മാവിനെ തന്റെ ജീവനെ അവന്റെ ഉള്ളിലാക്കി വെച്ചു. ഡാർവിൻ പറയുന്നത് എന്ന് പറഞ്ഞതെന്നറിയാവോ? മനുഷ്യൻ എവല്യൂഷനിലൂടെ അഥവാ ഉരുത്തിരിഞ്ഞ പരിണാമജീവിയായിട്ട് കടന്നു വന്നതാണ് എന്ന് പറഞ്ഞ് നോ ഹ്യൂമൻ ബീയിങ് ഈസ് എ ക്രിയേറ്റഡ് ബീയിങ്. ദൈവം തന്റെ സ്വന്തം രൂപത്തിലും സ്വന്തം സാദൃശ്യത്തിലും കൂടെ സൃഷ്ടിച്ചാക്കി വെച്ച മനുഷ്യനാണ്. സ്വന്തം ജീവശാസ്ത്രം അവരിലേക്ക് ഊതി ദൈവത്തിന്റെ അംശം ആത്മാവിലേക്ക് ഊതിയതുകൊണ്ട് അവൻ ദൈവത്തിന്റെ സൃഷ്ടിയായി തീർന്നു. അവൻ ദൈവനുള്ള ദേഹിയായി തീർന്നു. സ്തോത്രം. അവിടെ ചെറുതായ ചിലരൊക്കെ
കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുന്നത് കണ്ടു. How many of you are praying every day? Every time? No, at least നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് ഇനി എത്ര സമയം പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ തർക്കവിഷയങ്ങൾ കാണും. എന്നാലും നമുക്കറിയാം ഏതായാലും ഒരു ദിവസം 24 മണിക്കൂർ, അത് നാട്ടിൽ വന്നാൽ ഇവിടെയാണ്. അതുകൊണ്ട് 24 മണിക്കൂറിന് 10 എടുക്കുക. ആ 10 സമയം ദൈവത്തിന് അവകാശപ്പെട്ടതാണ്. You should be in the presence of your Father, in your Lord, in the presence of your Lord. You should be in communion with your Creator for this time of your time, or time of your being. നിങ്ങൾക്ക് അസ്തിത്വം തന്ന, നിങ്ങൾക്ക് ജീവിതം തന്ന, നിങ്ങൾക്ക് ജീവൻ തന്ന, നിങ്ങൾക്ക് ജീവന്റെ പരിപാലനത്തിന് ആവശ്യമായ ഭക്ഷണം തന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതായിരിക്കും. So you are done. Okay, let's go. പ്രശ്നം വിടുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 24 മണിക്കൂറിന് 10 മണിക്കൂറിന്റെ 11 കൊണ്ടുക, 20 മണിക്കൂർ, 24 മണിക്കൂർ, എത്ര മണിക്കൂർ സമയം വരുമെന്ന് നോക്കുക. നിങ്ങൾ അതിനെ കടംപെട്ടിരിക്കുന്നു. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സകല ജീവികൾക്കും ദൈവമെന്നുള്ള അവബോധം ഉണ്ട്. എന്നാൽ ഒരു അവബോധത്തിൽ നിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സൃഷ്ടിയല്ല മനുഷ്യൻ. ദൈവം കൂട്ടായ്മയ്ക്കായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ഏതൻ പ്രദേശത്തിൽ വെയിലാകുമ്പോൾ ദൈവം ആദമിനോടുകൂടി നടക്കാൻ വന്നു. സ്തോത്രം. പറയുമ്പോൾ ഇതൊക്കെ പഴങ്കഥയായിട്ടും ഇതൊക്കെ കെട്ടുകഥയായിട്ടും ചിലർക്ക് തോന്നും. കാരണം ഇത് പഴങ്കഥയും കെട്ടുകഥയും മോശക്കുണ്ടായ ഭാവനയുമാക്കി തീർക്കുവാനായിട്ട് ഇന്ന് സംഘടിത സമുദായങ്ങളിൽ നിൽക്കുന്നുണ്ട്. വേദോസ്തവത്തിന്റെ അടിസ്ഥാന സത്യമായ ഉൽപ്പത്തി പുസ്തകം 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അധ്യായം 31 വാക്യം വരെ കെട്ടുകഥയാണ് എന്ന് പറഞ്ഞു തീർക്കുവാനായി മിത്തുകൊണ്ട് ലോകത്തിൽ 3 മിത്തുകളേ ഉള്ളൂ. ഗ്രീക്ക് മിത്ത് 3 മിത്തോളജികളേ ഉള്ളൂ. ഈ മിത്തോളജിയിൽ 4ാമതൊരു മിത്തോളജി കണ്ടുപിടിച്ചുകൊണ്ട് അഹമ്മദിയ മൂവ്മെന്റുകാർ വന്നു. സ്വന്തം എന്നിട്ട് ഇതിന്റെ അടിസ്ഥാന മറിച്ചു കളയുവാൻ മോശയുടെ നിയമങ്ങള് ഹബറാബിയുടെ നിയമമാണ് എന്ന് അറിഞ്ഞു തീർക്കുവാൻ വന്നു. ബട്ട് ഹ്യൂമൻ ബീയിങ് ഈസ് ക്രിയേറ്റഡ് ബൈ ദ ഹോൾ പവർഫുൾ ഗോഡ്. പറയുമ്പോൾ എനിക്ക് ഇച്ചിരി പറയാൻ ശക്തി കൂടുതലുണ്ട്. കാരണം സ്തോത്രം ആർക്കും അതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ച് ഗ്രാജുവേഷൻ എടുത്തിട്ട് വന്നുകൊണ്ട് പറയാണ്. കൃപയാൽ അത് പറഞ്ഞ് പഠിപ്പിച്ച് സ്തോത്രം. എനിക്ക് ഡിഗ്രി എടുക്കുന്നുണ്ട്. സാറിനെ കൊണ്ട് മുക്കി. നിങ്ങൾ ഇവിടെ ഉള്ളവരെയൊക്കെ അറിയും. അതിനുള്ള സെന്റ് ജോസഫ് കോളേജിൽ പ്രൊഫസർ VS ജോസഫ് അറിയപ്പെടുന്ന കേരള യൂണിവേഴ്സിറ്റിയിലെ ചാമ്പ്യനായിരുന്ന, അറിയപ്പെടുന്ന, ഇന്ത്യയിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ രാമത്തിൽ ആ മനുഷ്യൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ 1998 രാത്രി വെളുപ്പിന് 2:50 സ്നാനപ്പെട്ടു. സ്തോത്രം. എന്റെ സഭയിലെ മാസങ്ങൾ സ്നാനപ്പെടുത്തിയത്. പോട്ടെ, ആ കാര്യങ്ങളവിടെ നിൽക്കട്ടെ. ഇത് പറയുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വാദവാദം ഉണ്ടായ ഒരു വിഷയമാണ് ഈ പറയുന്നത്. പരിണാമ സിദ്ധാന്തത്തിൽ പഠിച്ചത് ഏകദേശം 6 മാസം വരെയാണ് ഈ വിഷയം. ബാക്കി എല്ലാം സംബന്ധിച്ചു കഴിഞ്ഞാലും അത് സമ്മതിക്കാൻ ബുദ്ധിമുട്ടാണ്. 37 വർഷം പഠിപ്പിച്ച് 37 വർഷം പഠിപ്പിച്ച് സത്യമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരിൽ നിന്ന് അത് എടുത്തു കളഞ്ഞ വിശ്വസിക്കേണ്ട സാധനം അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറ്റുവാൻ ഏകദേശം 1 വർഷത്തിലേക്ക് പിടിച്ചു. സ്തോത്രം. കാരണം ഭോജ്യം വയറിനും വയറ് ഭോജ്യത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. ആണോ? അങ്ങനെ വാക്യമുണ്ടോ? യെസ്. ഫുഡ് ഈസ് ഫോർ സ്റ്റമക്ക് ആൻഡ് സ്റ്റമക്ക് ഈസ് ഫോർ ഫുഡ്. ചിലര് ചിന്തിക്കുന്നത് വയറുകൊണ്ടാണ്. അല്ല, നമ്മൾ അങ്ങനെ ചിന്തിക്കാനുള്ളവരല്ല. സ്റ്റമക്ക് ഈസ് ഫോർ ഫുഡ് ആൻഡ് ഫുഡ് ഈസ് ഫോർ സ്റ്റമക്ക്. ഭോജ്യം വയറിനും വയറ് ഭോജ്യത്തിനുമുള്ളത്. ഞാൻ പറഞ്ഞത് പറഞ്ഞ വിഷയം തന്നെ. വിശ്വാസം എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. ആ മണ്ഡലത്തിന് വേണ്ടിയിട്ടുള്ളതാണ് വചനം. മനസ്സിലാകുന്നുണ്ടോ? വിശ്വസിക്കുവാനുള്ളത് 30,711 വാക്യങ്ങൾ മാത്രമുള്ള ഈ പുസ്തകത്തിലെ ഓരോ വചനവും അതിന് അംഗപ്രിയമായിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ മാത്രമാണ് വിശ്വസിക്കാനുള്ളത്. ജ്ഞാനമെന്ന് ന്യായമായി പറയുന്ന തർക്കസൂത്രങ്ങൾ, അറിവ് എന്ന് പറയുന്ന ചിന്തിക്കുന്ന സാധനവും വിശ്വസിക്കാനുള്ളത്. യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ അനുഭവമാണ്. സ്വന്തം കേട്ടാൽ അറിവ് കിട്ടും, അറിവ് ചിന്തിക്കും. കണ്ടിട്ടില്ല? എനിക്ക് ഡിഗ്രി എടുത്തപ്പോൾ തോന്നി ഗ്രാജുവേറ്റ് ഞാൻ സംതിങ്ങെന്ന് തോന്നി. ഗ്രാജുവേഷൻ എടുത്തപ്പോൾ തോന്നി ഞാൻ അത്ര നല്ലതല്ല. കർത്താവിനെ കണ്ടപ്പോൾ മനസ്സിലായി കാറ്റ് പോയ സ്വന്തം ഓക്കെ. വിഷയത്തിലേക്ക് മടങ്ങി വരാം. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ തന്നെ ലോകത്തെ പ്രവേഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്ന് മാർക്സിസം. ഈ യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡത്തിന് ഗ്രാൻഡായ ഭാഗം മാറ്റിയ 3 സംഗതികളാണ്. ഒന്ന് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന മനുഷ്യൻ കണ്ടുപിടിച്ച മറ്റീരിയൽ ഡയറക്ഷൻ. ക്യാപിറ്റൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന കാര്യം ഹ്യൂമൻ ബീയിങ് ഈസ് എ മെറ്റീരിയൽ ബീയിങ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിത
മഹാവിസ്ഫോടനം നടന്ന ബിഗ് ബാങ് തിയറിയാണ് ഞാൻ പറയുന്നത്. മഹാവിസ്ഫോടനം നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാർബണും നൈട്രജനും ഓക്സിജനും കൂടെ അതിന്റെ അനുപാതത്തിൽ ചേർന്ന ഒരു ജീനുണ്ടായിട്ട് അത് വെള്ളത്തിലോട്ട് വീണു. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഏകകോശ രീതി, ബഹുകോശ രീതി, അമീബ, പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിഷസ് അല്ലെങ്കിൽ ജലജീവികളായി, ആംബിബിയൻസ് ആയി. ചുരുക്കി പറഞ്ഞാൽ മാത്രമേ മുമ്പ് ഭയങ്കരങ്ങൾ മുമ്പ് മനുഷ്യനുണ്ടായി, എന്റെ കൂട്ടുകാരനായി. കുഴപ്പമില്ല. എന്റെ വെല്ലിച്ചൻ എന്ന് പറയുന്നത് ഒരു പ്രോത്സാഹനം. ആഫ്രിക്കയിലൊക്കെ വെല്ലിച്ചിലെന്ന് നോക്കിയാൽ ഇങ്ങനെ നടപ്പുണ്ടോ, മരുന്ന് ഇരിപ്പുണ്ടോ, സ്വപ്നം കൊള്ളാം. എന്റെ ലെഗസി അവിടെയല്ല. എന്റെ ലെഗസി സ്വർഗത്തില. എന്റെ ലെഗസി സ്വന്തം ആഫ്രിക്കയിൽ കണ്ട മക്കാക്കളോ ഉള്ളൂക്കാരിലോ അല്ല. മൈ ഫാദർ ഈസ് ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്ന് പറയാൻ സമയമില്ല. 1:1 അധ്യായം പറയുന്നെങ്കിൽ ഞാനിത് പറഞ്ഞേനെ. പക്ഷെ അവിടെയല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. മൂന്നാമത്തെ രാമാലയത്തിന് താക്കോൽ പിടിച്ചിരിക്കുന്ന മൂന്നാമത്തെ ആള് 19-ാം നൂറ്റാണ്ടിലുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് സെഗ്മെന്റ് ഫ്രോയിഡ്. അദ്ദേഹം ഒറ്റ പ്രശ്നം നടത്തിയത് എല്ലാ കാര്യം ഈഗോ, സൂപ്പർ ഈഗോ, ഇങ്ങനെ 3 കാര്യങ്ങൾ മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. മനുഷ്യന്റെ എല്ലാ ക്രയവിക്രയങ്ങളും, എല്ലാ കൊടുക്കൽവാങ്ങലും, മനുഷ്യന്റെ എല്ലാ പ്രവൃത്തിക്കും മൂലാധാരമായിരിക്കുന്നത് ലൈംഗിക ചോദന മാത്രമാണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഹ്യൂമൻ ബീയിങ് ഈസ് എ സെക്സ്വൽ ബീയിങ് എന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ ഒന്ന് നോക്കുക, ഹ്യൂമൻ ബീയിങ് ഈസ് മെറ്റീരിയൽ ബീയിങ്. ഒരു കുഴപ്പമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം. സ്വതന്ത്രം. 2, നമ്മളുടെ മുത്തച്ഛൻ കൊരങ്ങാണ്, കൊരങ്ങാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, സ്വതന്ത്രം, ഹ്യൂമൻ ബീയിങ് ഈസ് എ സെക്സ്വൽ ബീയിങ്. ഈ 3 ചിന്താഗതികളും 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗം മുതൽ ഈ സമൂഹത്തെ സ്വാധീനിക്കാൻ തുടങ്ങി. ആദ്യം അത് ഫ്രഞ്ച് സ്ഥാനീയന്മാരെയും ചട്ടക്കാരികളെയും സ്വാധീനിക്കാൻ തുടങ്ങി. തുടർന്ന് ജർമ്മൻകാരെ സ്വാധീനിക്കാൻ തുടങ്ങി. അവസാനം അവരാൽ സ്വാധീനിക്കപ്പെട്ട് ഈ സമൂഹം മുഴുവൻ ഇന്നത്തെ സിലബസ് കരിക്കുലം മുഴുവൻ റാഷണൽ ലോജിക്കൽ തോട്ട് എന്ന് പറയുന്ന ചിന്താപദ്ധതിയെ മുഴുവൻ, അതായത് വിദ്യാഭ്യാസ പദ്ധതിയെ മുഴുവൻ സ്വാധീനിക്കുകയും എല്ലാവരോടും പറഞ്ഞു. സ്തോത്രം. എന്താണ് നമ്മളെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്? എന്നെ 8, 9, 10 ക്ലാസ്സുകൾ ബയോളജി പഠിപ്പിച്ച അന്ന് ചെമ്മാച്ചനായിരുന്ന അച്ഛൻ സ്തോത്രം രാവിലെ കുർബാന ചെല്ലുമ്പോൾ സർവശക്തനായ ദൈവത്തിലും ആകാശത്തിലെയും ഭൂമിയിലേക്കുള്ള സകല ജലാചരങ്ങളെയും സൃഷ്ടിച്ചവരിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് രാവിലെ കുർബാന ചെല്ലുന്നു. 10 മണിയാകും നമുക്കതിന്റെ ബയോളജി ക്ലാസ് വരുമ്പോൾ പറയും ശാസ്ത്രജ്ഞാനം പറഞ്ഞു പറയും. ഈ അച്ഛനാണ് എന്ന അവസ്ഥയിലേ പറയണ്ടേ മക്കളെ? ഇത് ഒരു ഹൈപ്പോതസിസ് മാത്രമാണ്. ഹൈപ്പോതസിസ് എന്ന് പറഞ്ഞാൽ ഊഹാപോഹ സിദ്ധാന്തം, ചില സ്പെക്കുലേഷൻസ്, ചില നിഗമനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞില്ല. പകരം എന്നാ ചെയ്യുന്നു? സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കൺഫ്യൂഷൻ കൊടുത്തിട്ടോ. ഞാൻ 10ാം ക്ലാസ്സിൽ അവധി, 10ാം ക്ലാസ്സിൽ അവധിയെല്ലാം കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ അച്ഛൻ അതിന് മാറ്റി തിരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിവാഹം കഴിക്കുന്ന ഭാഗ്യം. അദ്ദേഹം അപകടത്തിൽ രക്ഷപ്പെട്ടു. ഞാൻ ആവശ്യമെന്ന് പറയാൻ സമയം വളരെ കുറവാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നാൽ ഈ 3 വിഷയങ്ങൾ ഇന്ന് സകല മാനവരാശിയും പ്രാധാന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനപ്പെട്ടുകൊണ്ട് പറയുന്നു, ഹ്യൂമൻ ബീയിങ് ഈസ് എ ക്രിയേറ്റഡ് ബീയിങ്. ഹ്യൂമൻ ബീയിങ് ഈസ് എ സ്പിരിച്വൽ ബീയിങ്. And our legacy is from the heaven. That is the truth. ദൈവത്തെ പരിജ്ഞാനത്തിൽ ഭരിക്കാൻ മനസ്സിലായിക്കോട്ടെ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ഭരിക്കാൻ മനസ്സിലായിക്കോട്ടെ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ഭരിക്കണം എന്ന് ചെയ്യണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തുകൊണ്ട് സ്വർഗസ്ഥനായ എന്റെ പിതാവേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്നാണ് പറഞ്ഞത്. Yes, I know you all are prayerful and you all are seriously praying. And what are you praying for? I don't say how will you pray. ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് പല വിധങ്ങളുണ്ട്. ആരും വിഷമിക്കണ്ട. നമ്മളിവിടെ ശബ്ദത്തോട് ഉണർന്നത്തോടും കീഴത്തോടും തുള്ളിച്ചാടി ആരാധന പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളതായി കടന്ന് കടകളും ജനങ്ങളും അടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്വതന്ത്രം ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കും. ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും 40ഓളം വെറൈറ്റീസ് ഉണ്ട്. യു ക്യാൻ ചൂസ് എനിത്തിങ്. ഏത് വെറൈറ്റി you can select according to your convenience and according to your situation. It's not a question. ദൈവം സമസ്തനും സർവ്വജ്ഞാനിയും സർവ്വവ്യാപിയുമായിരുന്നു. നിങ്ങൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും, നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചാലും, നിങ്ങൾ ഏത് പൊസിഷനിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് അത് പ്രശ്നമല്ല.
അവൻ മാനസാന്തരപ്പെടുന്ന ഓരോ മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിച്ചു കൊടുക്കുവാൻ അവൻ മഹാമനോഹരനാണ്. അവൻ മൽക്കീസേദെക്കിന്റെ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവേ, നിന്റെ നാമം മഹത്വപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ. 3 വിഷയമാണ്. ഇതിന് 3 കാര്യമാണ്. സ്തോത്രം. ഞാൻ മണ്ണാർക്കാട് അച്ചങ്കര എന്ന് പറയുന്നത് മനസ്സിലാവുമ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. കുറെ നേരം കഴിഞ്ഞ് മുസ്ലിം അയ്യോ നിങ്ങൾ അല്ലാതെ വിളിക്കാൻ തുടങ്ങിയോ? ഇതാ പ്രശ്നം അവർക്ക്. അവർ ഇവിടെ എന്തിനും ഇടയ്ക്കെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സ്തോത്രം. ഏതാണ്ട് 6 മാസം കഴിഞ്ഞ് വണ്ടി വെച്ചിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരനോട് ചോദിച്ചു, സ്തോത്രം, ആ പുള്ളി ഇവിടെയൊക്കെ ഉണ്ടോ എനിക്ക് കാണണമെന്ന്. കാരണം ആ ഒരൊറ്റ പ്രസംഗം കൊണ്ട് അദ്ദേഹം വളരെ രഹസ്യമായിട്ട് മുസ്ലിം സഹോദരന്റെ ആരാധനയ്ക്ക് പോകാൻ തുടങ്ങുകയും അദ്ദേഹം രക്ഷിപ്പിക്കുകയും മിഷനിലേക്ക് മടങ്ങി വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് പ്രകാരം പ്രാർത്ഥിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിക്കുകയും സ്തോത്രം. എന്റെ 91 വർഷത്തിൽ പ്രാർത്ഥന ഉന്നമിടിച്ചുവെങ്കിലും ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നതിന്റെ പൊരുൾ അറിയത്തില്ല, പ്രാർത്ഥിക്കുന്നതിന്റെ അർത്ഥം അറിയത്തില്ല. സ്തോത്രം. എന്താണ് അർത്ഥം പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. സ്തോത്രം. അല്ല ഒന്നാന്തര വൈദ്യന് ചികിത്സ അറിയത്തില്ല, അല്ല ഒന്നാന്തര വാദ്യര അക്ഷരം അറിയത്തില്ല. സ്തോത്രം. ഒന്നാന്തര അച്ഛന വേദവസ്ഥ അറിയത്തില്ല. എങ്ങനെ ചെയ്യാനാണ്? സ്തോത്രം. ക്ഷമിക്കാം അവരോട്. ക്ഷമിക്കേണ്ടത് വളരെ ആവശ്യം. അതായത് 18-ാം അധ്യായം 25-ാം വാക്യം സംഗതി നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലെന്നറിയോ? ദണ്ഡിപ്പിക്കുന്ന കാര്യം ഏൽപ്പിക്കുന്ന പറഞ്ഞേക്കുന്നത്. ദണ്ഡിപ്പിക്കുന്നതിനല്ല ഈ പ്രാർത്ഥനയ്ക്ക് അപകടത്തിന്റെ ഭാഗമൊക്കെയുണ്ട്. നമ്മൾ കിടക്കാൻ നേരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ തന്നെ ഞങ്ങളോട് ക്ഷമിക്കണമേ. എനിക്കധികം ക്ഷമ കിട്ടിയിട്ടില്ല. അവൻ ഞാനധികം പേരോട് ക്ഷമിക്കുന്നില്ല. കർത്താവിന്റെ കയ്യിൽ ഞാൻ ഓരോരുത്തരായി ക്ഷമിക്കൊണ്ട് വാങ്ങിയ ഭാഗത്ത് പറയുന്നതെന്നറിയോ? ഒരു മനുഷ്യൻ 100 കാലങ്ങൾ കടപ്പെട്ടിരുന്നു. അദ്ദേഹം യജമാനന്റെ അടുത്തിരുന്ന യജമാനെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മടക്കി തീർക്കുവാൻ തന്നു തീർക്കുവാൻ മടക്കി തരുവാൻ നിവർത്തിയില്ല, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കാല വീണ് കെട്ടിപ്പിടിച്ചു. ആ ഓർഡർ എന്റെ കടവെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത് ഇത് സിമ്പിൾ കിട്ടണം, നീ സമാധാനത്തോടെ വയ്ക്കുന്നതെന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് കഴിഞ്ഞപ്പോ 2 പൗണ്ട് നാളത്തെയായി നാളെ കാശി മേടിച്ചോണ്ട് മുങ്ങിയത് വന്ന് ഇന്നത്തെ ചെറിയ തമാശ, വേറെ 2 തമാശ തമാശ വഴിക്ക് വെച്ച് അവന്റെ കഴുത്തിന് പിടിച്ച ഞെട്ടി, കഴുത്തിന് പിടിച്ച ഞെട്ടി വളരെ ഹ്യൂമസ് ആയിട്ടാണ്. ഞാൻ കഴുത്തിന് പിടിച്ച് ഞെട്ടിയത് വായിക്കോട്ടെ. 18-ാം അധ്യായം 2-ാം ഘട്ടം 45-ാം ഭാഗത്ത് വായിച്ചാൽ മതി. സ്തോത്രം. കഴുത്തിന് പിടിച്ച ഞെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാനൊരു കഴുത്തിന് പിടിച്ച് ഞെട്ടിക്കാരനായതുകൊണ്ട് ഇത് വിവരമാണ്. വിവരമറിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? സ്തോത്രത്തിന് വരുന്നത് ഇങ്ങോട്ട് വന്ന് നിനക്കൊരു പണിയുണ്ട്, റിസപ്ഷനോട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, ഇത് അങ്ങോട്ടൊന്ന് തിരിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങോട്ട് അവർ റിസപ്ഷൻ അവിടെ ആയിരിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞു. അങ്ങോട്ട് തിരിഞ്ഞ് 3-4 പേരെ വന്നിരിക്കുന്നു. യജമാന് ഒരു ചെറിയ കൃഷിക്ക് വെച്ച് കൊടുത്തു. ഒരു കുഴപ്പമില്ല, ഈ ലഭിക്കുന്നവരുടെ 6 മാസം അന്ന് കിടന്നോളാൻ പറഞ്ഞു. സ്തോത്രം. ഇന്ന് അനേകം ഭാഷകളിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് തകരാൻ പോവുകയാണ്, കൂടുതലായിട്ട് പോവുകയാണ്. സ്തോത്രം. അങ്ങനെ ചോദ്യം മാറുകയാണ്. സ്തോത്രം. ഒരു പ്രശ്നം മാറുകയല്ല. കാരണമല്ല, സ്തോത്രം ഖണ്ഡിപ്പിക്കുന്നതിനെ എഴുതിക്കുക, ക്ഷണിക്കാനില്ല, ഖണ്ഡിപ്പിക്കുന്നതിനെ എഴുതിക്കുകയാണ്. എന്റെ ഭാഷ നാടോ കുറവുകൾ ഒരുപോലെ വെച്ചോ പാട്ടെന്നാ ചെയ്യുന്നത്. കാരണം അമ്മായിക്കൊന്ന് ഫോൺ വിളിച്ചിട്ട് 5 കൊല്ലമായി പൗണ്ട് കൈ വരാൻ തുടങ്ങി. പിന്നെ അതിന് വില കൂടുതൽ. നാട്ടിൽ 3000 പൗണ്ടിലാണ് എന്നും ഫോൺ വിളിക്കാറുണ്ട്. അമ്മച്ചി അമ്മച്ചി പറയും. ഇവിടെ പൗണ്ടിന് 1:1 ചേച്ചി ആയതുകൊണ്ട് സംഗതി ബുദ്ധിമുട്ടാണ്. ഞാൻ 1:150 ഉള്ളതെന്നാണ് പറഞ്ഞത്. അവിടെ എനിക്കുള്ള പ്രശ്നം. സ്തോത്രം. 1:150 ഉള്ളത് പോയില്ല. മനസ്സിലുണ്ടായിട്ട് അവിടെ ഒരു 16 ഇവിടെ 180 ഉള്ളൂ. സ്തോത്രം. ക്ഷമിക്കാൻ ഞാൻ ദണ്ഡിപ്പിക്കുന്ന കലയുടെ കയ്യിൽ അകപ്പെട്ടു പോകും. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിട്ട് പക്ഷെ മടങ്ങി വരാം. ഇത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആകെയാൽ അറിയാതെ ചെല്ലുന്ന പ്രാർത്ഥനയുടെ അർത്ഥത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവേ, അപകടപ്പെടുന്ന ഭാഗം നമ്മൾ ക്ഷമിച്ചാൽ മാത്രമേ നമ്മളോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ന്യായമായ പ്രാർത്ഥനയല്ലേ? നിങ്ങൾ കൊടുക്കുന്നത് പോലെ നിങ്ങൾക്കും കടന്നു കിട്ടും. നിങ്ങൾ അടയ്ക്കുന്ന അതേ നാഴിയാൽ നിങ്ങൾക്കും കടന്നു കിട്ടും. ആകെ കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും. സ്തോത്രം. എല്ലാം കിട്ടണം, കൊടുക്കണം. സ്തോത്രം. കാരണമായി കൊടുത്ത മക്കൾക്കോ മക്കളുടെ മക്കൾക്കോ അവരുടെ തലമുറകൾക്കും നീതി കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഇത് വീണ്ടും ഒന്ന് പോയി കഴിഞ്ഞാൽ എന്റെ ശിഷ്യനെന്ന് കരുതി ഒരു മാത്രം തണ്ണീർ കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതെ ഇരിക്കുകയില്ല.
എന്നതായാലും ഒന്ന് നീ കൊടുക്കുക, 10 കൊടുക്കുക. അപ്പൊ 10 പറയുമ്പോഴത്തേക്ക് നമ്മൾ 10 എടുത്തിട്ട് 10 കൊടുക്കും. നമ്മുടെ വലിയ കുഴപ്പക്കാരാണ്. സ്വതന്ത്രം. ഹ്യൂമൻ മൈൻഡ് ഈസ് ഓൾവേസ് സോ അൺജനറസ്, so selfish, always grabbing. We have a sharp mind. No, we have a spade mind. അങ്ങോട്ട് തൂമ്പ ഇങ്ങോട്ട് പോകുന്ന സ്വഭാവം മാത്രമേ ഹ്യൂമൻ മൈൻഡ് എല്ലാം വരുന്നത് ഇങ്ങോട്ട് എത്തിക്കുവാണ്. But God is advising that you should be a giver, you should be a donor, you should donate, you should tithing, you should give your heart. That's God. ഞാൻ മറ്റു മനുഷ്യർക്കാണെങ്കിൽ എനിക്ക് കിട്ടാൻ തുടങ്ങി പാലക്കാട് സംഭവം എന്ന എന്റെ വീട്ടിൽ 50 പ്രാർത്ഥന കൊടുത്ത് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് മാത്രം സ്വന്തം അവിടെ നിന്ന് ദൈവത്തെ വളർത്താൻ തുടങ്ങി സ്വന്തം. അത് പിന്നെ എനിക്ക് മുട്ടുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മുട്ടുണ്ടായിരുന്നു ഇതുകൊണ്ടായിരുന്നു സ്വന്തം. ഇന്ന് ഗതി പിടിക്കാതെ നടന്നു തേഞ്ഞ് രീതികളവരുണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് പറയണം, വേദപുസ്തകം പറയുന്നു കൊടുക്കാൻ നിനക്ക് കിട്ടും, കൊടുക്കാൻ മനസ്സിലാക്കാൻ ഉപദേശം കേൾക്കണം. ഹല്ലേലൂയ. ഉപദേശം കേൾക്കണം. ഉപദേശം കേൾക്കണമെങ്കിൽ നമുക്ക് ധാരാളം ഉപദേശിച്ചെടുക്കണം. ഉപദേശിച്ച് പറഞ്ഞ ടീച്ചർ English, but still God me as a teacher. I know I am afraid about my calling. ദൈവമേ തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിലെ ദൈവം മനുഷ്യനോട് പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു. കൊടുക്കൽ ഞാനിപ്പോൾ പറയാൻ ഇതിനായിട്ട് കൊടുക്കുമ്പോഴേക്കും പറഞ്ഞു ആർക്കെങ്കിലും കാശുണ്ടാകണം എന്നൊക്കെ ചോദ്യമാണ്. ഇത് തുടങ്ങുന്ന വഴി മാത്രമല്ല, കാശുണ്ടാകുന്ന വഴിയില്ല, വേറെ തിരിച്ചാ പറയുന്നത് അല്ലേ. കാശുണ്ടാകുന്ന വഴി മാത്രമല്ല, പ്രകൃതി പോലെ വഴിയാന്നാ പറയുന്നത്. But I am telling you, the immense prosperity is there. The colossal prosperity is there. I'm going to give you one day the secret of Christian prosperity. I'm going to give you the secret of Christian prosperity. So ഒരു തിയോളജി തന്നെയാണ് അല്ലേ, പ്രോസ്പെരിറ്റി തിയോളജി. ഈ വകയൊക്കെ ഇതിനെ കൂട്ടിച്ചേർത്ത് വരപ്പെടും. ഏതാണ് എല്ലാം കൂട്ടിച്ചേർത്തരാവുന്നതാണ് ചിലർക്ക് അങ്ങനെ പറയാറുണ്ട്. അങ്ങനെയല്ല, ഈ വക ഏത് വക മുള്ളോട്ട് നോക്കുക. ആ വാക്യത്തിന്റെ തൊട്ട് മുള്ളോട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം, നീ ആകാശത്തിന്റെ പറവകളെ നോക്കി അവ വിലക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും സ്വർഗത്തിനാകുന്നവർക്ക് ആവശ്യമുള്ളത്രയും നൽകുന്നു. നീ വയലിലെ സമയം നോക്കുക, നീ വളരെ ഹിന്ദിപ്പെട്ടതിനെ നോക്കുക. ചിലവർ പോലും അവന്റെ സർവ്വ ഐശ്വര്യ പ്രതാപത്തിലും അവയിൽ ഒന്നിനെ പോലെ ക്ഷമിച്ചിരുന്നില്ല. ആകയാൽ വിശ്വാസികളെ ഞങ്ങളെ എന്നെ സ്വതന്ത്രം അതാണ് പറഞ്ഞു വരുന്ന കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, give something, you learn something to give. സ്വതന്ത്രം what is that? ഇവിടുത്തെ ഒരാളൊരു കവിത എഴുതി വെച്ചു, വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞു. അതിനകത്ത് ഒരു ഭാഗത്തിന്റെ നോബൽ പ്രൈസ് കിട്ടി അതിന്. തോമസ് ചേഴ്സ് എന്ന് പറയുന്ന ആൾ എഴുതി വെച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്, ഇടിവഴക്കം സ്വർഗത്തിൽ നിന്ന് വരുന്നു, കാര്യം രക്തം ദയാത്തം. കർത്താവ് പറഞ്ഞു നീ കൊടുപ്പി നിനക്ക് കിട്ടും. രണ്ടാമത് ദയാത്തം പറഞ്ഞു, യാതൊരുമല്ല കരകയിലൊക്കെ ഞാൻ പ്രസാദിക്കുന്നത് എവിടെ നിങ്ങൾ അന്വേഷിച്ച് നോക്കി. സ്വതന്ത്രം, ദമ്യത, ദമനം, ശമനം. ഇവിടുത്തെ പറയുന്ന കാര്യമാണ് ദമനം, ശമനം. ധരിച്ചാൽ മാത്രമേ, കൺട്രോൾ ചെയ്താൽ മാത്രമേ ശമനം ഉണ്ടാകുകയുള്ളൂ. സ്വതന്ത്രം കൺട്രോൾ ചെയ്താൽ മാത്രമേ. ദമനം, ശമനം. നിങ്ങൾ കൺട്രോൾ യുവർ പാഷൻസ്, യു ഷുഡ് കൺട്രോൾ യുവർ ഇമോഷൻസ്, യു ഷുഡ് കൺട്രോൾ യുവർ തോട്ട്സ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗോഡ്. സ്വതന്ത്രം മനുഷ്യന്റെ വൈകാരിക
ലിബറലാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സെൽഫ് ആൻഡ് സെയിം ഓൾ യുവർ ഏജ് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിൽ വേണം പ്രാർത്ഥിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ സ്വർഗസ്ഥനായ എന്റെ പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്തോത്രം. ഈ ദൈവബോധം എന്ന് പറയുന്ന പഴയ നിയമത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ സ്തോത്രം, പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവം എന്നല്ല പറയുന്നത്, പിതാവേ എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ ഒരു ഭക്തൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ ദൈവം. വളരെ പ്രഗത്ഭമായ ഒരു പ്രാർത്ഥനയാണ് സ്തോത്രം. യബേസ് പറയുന്ന പ്രാർത്ഥന 1-4 വാക്യങ്ങളിൽ പറയുന്നു സ്തോത്രം. യബേസിന്റെ ദൈവത്തോട് വേദന മനുഷ്യനായിരുന്ന, കഷ്ടകാലക്കാരനായിരുന്ന, പ്രതികൂലക്കാരനായിരുന്ന, ഗതികെട്ടവനായിരുന്ന യബേസ് പ്രാർത്ഥിച്ചു സ്തോത്രം. ഇസ്രായേലിന്റെ ദൈവമേ, ഇസ്രായേലിന്റെ ദൈവമേ, അധികം വിസ്താരമാക്കണം സ്തോത്രം. അനർത്ഥം വിഷമഹേതുവാകാവണം, നീ ഇന്ന് കരങ്ങളോടുകൂടെ ഇരിക്കുമാറാകണം സ്തോത്രം. യബേസ് ദൈവം സമ്പൂർണ്ണമായി അവന് കൊടുത്തു സ്തോത്രം. അത് പ്രാർത്ഥനാ വിഷയം, പ്രസംഗ വിഷയമാണ്. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കാര്യമാണെന്ന് അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ പഴയ നിയമകാലം വെച്ചിട്ട് പുതിയ നിയമകാലം വന്നപ്പോൾ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനോട് പറഞ്ഞു സ്തോത്രം. രോമാലേഖനം 8-15 വാക്യം സ്തോത്രം. ആകയാൽ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കൊണ്ട് സ്തോത്രം. ഗലാത്യലേഖനം 4-8 വാക്യം ഇത് തന്നെ പറയുന്നു. 6-7-8 വാക്യങ്ങളിൽ പറയുന്നു സ്തോത്രം. ആകയാൽ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ ദാസ്യത്തിന്റെ ആത്മാവിനെ വന്നിരിക്കുന്നു. അതെങ്ങനെ വിളിക്കും? അയ്യോ, അതിന്റെ നിങ്ങൾ മഹാപരിശുദ്ധനായി വാഴുന്ന ദൈവത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? ദൈവമെന്ന് വിളിക്കാം, ആർക്കും വിളിക്കാം, ഏത് ജനജാലത്തിനും വിളിക്കാം സ്തോത്രം. ആർക്കും വിളിക്കാം. ഏത് സസ്യങ്ങളും രാവിലെ കൈകൂപ്പി നിൽക്കും ദൈവമേ എന്ന് പറഞ്ഞ് വിളിക്കും സ്തോത്രം. അവൻ ഉയർ കൊടുത്ത, അസ്തിത്വം കൊടുത്ത, ജീവൻ കൊടുത്ത, അവന് തിന്നാൻ കൊടുക്കുന്ന, അവന് വലിക്കാൻ വായു കൊടുക്കുന്ന ദൈവത്തിന്റെ ദൈവമേ എന്ന് വിളിക്കും സ്തോത്രം. എന്നാൽ സ്തോത്രം ഭൂമിയിൽ മനുഷ്യനോട് പറയുന്ന അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ സ്തോത്രം. അതെങ്ങനെ മക്കളുള്ളവരായി സ്തോത്രം അവർ നിങ്ങളെ വിളിക്കുന്നത് അല്ലെങ്കിൽ അച്ചായ എന്നാണോ, അല്ലെങ്കിൽ അമ്മാമ്മ എന്നാണോ, അല്ല ചേച്ചി എന്നാണോ സ്തോത്രം? അല്ലല്ലോ, അമ്മ എന്നല്ലേ വിളിക്കുന്നത്. നിങ്ങളെ വിളിക്കുന്ന മമ്മി എന്നുള്ള പേര് അത്ര വിഷമുണ്ട് അതിനകത്ത്. അതുകൊണ്ട് നീ വിളിക്കാതിരിക്കും വന്നത് മമ്മി. അങ്ങനെ ആക്കി വെക്കാതിരുന്ന കുറെ കഴിയുമ്പോൾ അവിടെ ആക്കിക്കൊണ്ട് ജീവനുള്ള മമ്മികളെ രക്ഷിക്കൊണ്ട് തട്ടാതിരുന്നാൽ വളരെ നല്ലത് സഹോദരനാണെന്ന അമ്മച്ചി എന്ന് തന്നെ വിളിപ്പിക്കുവാണെങ്കിൽ ഇന്റിമസി സഹോദരൻ. എന്റെ മാതൃഭാഷയ്ക്ക് ഇന്റിമസി ഉണ്ട്. എനിക്ക് മലയാള ഭാഷ പറയുമ്പോഴേ സന്തോഷം പറയുന്നുണ്ടല്ലോ സഹോദരം. ഈ ഭാഷ പറയുന്നത് ഇംഗ്ലീഷ് ദൈവനാമത്തിൽ അടുത്തുണ്ടായിട്ട് നമ്മുടെ ഭാഷ വളരെ ശക്തവും നമ്മുടെ നാട്ടിൽ വളരെ മധുരമുള്ളതും വളരെ വ്യക്തവുമാണ്. അതുകൊണ്ട് അതാണെങ്കിലും ഒരു കുഴപ്പമില്ല. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ആകയാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പിതാവേ എന്ന് വിളിക്കുവാൻ അവകാശപ്പെടുന്നത് എങ്ങനെയാണ്? അവകാശം ഞാൻ പറയാം. നമുക്കിന്ന് അധികാരമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്തോത്രം. അവനെ കൈക്കൊണ്ട് എന്റെ പുത്രനായ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും മക്കളാകുവാൻ, ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു സ്തോത്രം. സ്തോത്രം. കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും മക്കളാകുവാൻ അധികാരം കൊടുത്തു. അതെങ്ങനെയാണ് സ്തോത്രം? ഇങ്ങനെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ദാർഢ്യവാക്യമുണ്ട് വേദപുസ്തകത്തില്. റോമാലേഖനം 10-1 വാക്യത്തിൽ വരുമ്പോൾ പറയുന്നു ആകയാൽ കർത്താവായ യേശുവിനെ ആകയാൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ, ഭാഷ പ്രസംഗിക്കുന്ന യേശുവിനെ, മാതൃശബ്ദങ്ങളുടെ ലോകം മുഴുവൻ ഇന്റർനെറ്റിലൂടെ അറിയിക്കുന്ന കർത്താവായ യേശുവിനെ, ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന യേശുവിനെ മാത്രം ദൈവമെന്ന് സ്വന്തം വായ കൊണ്ട് പൂർണ്ണ ബോധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് മുട്ടമേൽ നിന്ന് ഇരുന്ന ഇരുത്തിൽ നീ മാത്രം എന്റെ ദൈവമെന്ന്, എനിക്ക് അസ്തിത്വം തന്ന, എനിക്ക് ജീവൻ തന്ന, എന്റെ ജീവിതത്തിന്റെ ജീവനും എന്റെ ജീവിതത്തിലെ പാപത്തിനും എന്റെ മരണത്തിനും എന്റെ മരണാനന്തര ജീവിതത്തിനും എന്റെ മരണപൂർവ്വ ജീവിതത്തിനും
കാരണം ഞാനതിന് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ BEd കോളേജിൽ നിന്ന് ചെറുപ്പത്തിൽ നല്ല ഷേഖ് പ്രിൻസിപ്പൾ ഇറക്കി വിടില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. വിവരമില്ലെങ്കിൽ പ്രസംഗിക്കരുത് ഇവിടെ ഞാൻ പറയാൻ നോക്കിയതാണ്. ഒരു വലിയൊരു പ്രസംഗത്തിനിടെ 37 തവണ പറഞ്ഞു. ഞാനതെല്ലാം പറഞ്ഞു. രക്ഷിക്കപ്പെട്ടതല്ല 140 ഡിഗ്രിയാണ് നിൽക്കുക. ഇവരൊക്കെ പറഞ്ഞ് അന്ന് 2-3 മണിക്കൂർ പ്രാർത്ഥിച്ച് വായിച്ചിട്ടുണ്ടാക്കുന്നത്. ഈ ആത്മാവിനെ ഒന്ന് സാക്ഷീകരിക്കോ, ഒന്ന് സാക്ഷാത്കാരം വരുന്നോ, ഒന്ന് ബിഗിൻ ചെയ്യാവോ? സ്വതം ശ്രീമന്തനായിരുന്നു പാവത്തിലെ അതിന്റെ അവിടെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ചോദിച്ചു അങ്ങനെ ചെന്ന് ശരിയാ. ഞാൻ കാലമൊക്കെ പറഞ്ഞു കേട്ട് യോഗ പഠിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അല്പനീതൊക്കെ പഠിക്കുന്നുണ്ട്, എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ പാവം തോന്നില്ല. സ്വതം ആ പാവം നാശിക്കുന്നില്ല. അതിനെ അവിടെ മുങ്ങിയാലും ശരി പാവം നിങ്ങളെ ഉടയിരിക്കും. സ്വതം ത്രിവേണിയിലുണ്ട്, ത്രിപുണയല്ലേ 3 തവണ മുങ്ങിയാലും പാവം നിങ്ങളെ ഉടയിരിക്കും. എത്ര വലിയ കല്ലിലൊന്നും കുടിച്ചിട്ട് കയറിയാലും പഴഞ്ഞിക്ക് പോയാലും വെള്ളാനിക്ക് പോയാലും മക്കയ്ക്ക് പോയാലും പാവം നിങ്ങളെ ഉടയിരിക്കും. അഴീക്കോടിനോട് ചോദിച്ചു ഗവൺമെന്റ് എവിടെയാണ് എങ്ങനെയാ പറയുന്നത്? തിരിച്ചു പറഞ്ഞ് 3 ചോദ്യം. നടപ്പാക്കാൻ പറ്റിയാത്ത ഒരു കാര്യം സാധനങ്ങളെ പ്രസംഗിക്കുന്നത് സ്വതന്ത്രം ഒത്തു കിട്ടിയാലും മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞ അവിടെ വെച്ച് ഞാൻ രക്ഷമാക്കി ജോലി കൊടുത്തത്, അവിടെ വെച്ച് ഞാൻ രക്ഷമാക്കി ജോലി കൊടുത്തത്. ആത്മസംസ്കാരം നടക്കുന്നത് എങ്ങനെയാണെന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ മാത്രം ഇത് പറയുമ്പോൾ അപകടം വരുന്നത്. ഇത് യേശുക്രിസ്തുവിനെ കൂടെ ഞാൻ സ്വീകരിക്കുന്നു. സ്വതന്ത്രം ഞാൻ ഉൾപ്പെടുന്ന സമുദായം കത്തോലിക്ക സമുദായം അയ്യോ യേശുക്രിസ്തു ദൈവമല്ലോ കമന്നടിച്ച് വീടുകളിൽ പറ്റുന്ന ഒരു മൈക്രോസ് എടുത്തോണ്ട് 1-2 കിലോമീറ്റർ പോകുന്നേ ചെയ്യും. മലയാളികൾ നടക്കുന്നുണ്ട്. സ്വതന്ത്രം എന്നാൽ യേശുവിനെ മാത്രം നീ ദൈവപുത്രനായി അംഗീകരിക്കുമെന്ന് ചോദിക്കുമ്പോൾ അമ്മച്ചയും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അറിയില്ലോ. അമ്മച്ചി പോട്ടെ, അമ്മച്ചിയുടെ കാര്യം റിലാക്സേഷൻ പരിണതത്തിന്